വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആസ് യൂഷ്വൽ എല്ലാവരും എടുത്തു വയ്ക്കണ പോലെ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ. ആക്ച്വലി സാധാരണ എവിടെയെങ്കിലും പണ്ട് ടൂറിന് പോകുമ്പോൾ പെട്ടി നിറച്ച് എൻ്റെ സാധനങ്ങളായിരുന്നു. പക്ഷേ എൻ്റെ സാധനങ്ങൾ ഇപ്പോൾ ചുരുങ്ങിയിട്ട് ബേബിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചു, നനച്ചു, എന്നിട്ട് അത് ഉണക്കി തേച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇത് എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് കവർ മേടിച്ചു കേട്ടോ. അതാകുമ്പം നമുക്ക് അറേഞ്ച് ചെയ്ത് എല്ലാം വെക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അമ്മയായിരിക്കുമല്ലോ, അമ്മയും അവിടുത്തെ അമ്മയൊക്കെ ആയിരിക്കും എടുത്തൊക്കെ തരുന്നത്. പിന്നെ നമ്മൾ വേറൊരാൾ എക്സ്ട്രാ ഒരു മാസത്തേക്ക് കടം വെച്ചിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. ആ ടൈം എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി സിബ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. എന്തിരിക്കുന്ന വാ ഞാൻ പ്രസവിക്കാൻ പോകുന്നത് പ്രമാണിച്ച് ബൊട്ടോക്സ് ചെയ്ത് വന്ന എൻ്റെ അമ്മ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ കൊച്ചു വരുമ്പോൾ ഞാൻ ഗ്ലാമറിലിരിക്കണ്ടേ. അത് ശരി, ഫ്രീ കമ്മ. ഇനി അവിടുത്തെ അച്ഛമ്മയും കൂടെ എൻ്റെ ബിന്ദുമ്മയും കൂടെ ഒന്ന് ബൊട്ടോക്സ് ചെയ്താൽ രണ്ടുപേരും കൂടെ അങ്ങനെ നിൽക്കായിരുന്നു, ജീൻസൊക്കെ ഇട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് ഓരോന്നിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. 2 പെട്ടിയാണ് ഗൈസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല, അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കുന്നത് നമുക്കിങ്ങനെ പൊതിയാൻ വേണ്ടിയിട്ട് സ്പാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഇതാണ് കേട്ടോ. എടുത്ത് കാണിക്കണോ? തേച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാം സ്പാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പാഡിൽ ടവലും, പിന്നെ 2 എണ്ണം ഹുഡി വരുന്നതും 2 എണ്ണം നോർമൽ വരുന്നതും, ഒരു 4 എണ്ണം ഞാൻ എടുത്ത് വെച്ചു. എല്ലാം കുറച്ച് വെച്ച് മേടിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ വീട്ടുകാർ വളരെ ദിലീപ് പറയുന്ന പോലെ എന്തോ ചിന്താഗതി മറ്റ് സിനിമയിലടാ മൈ ബോസിൽ മറ്റൊരു ചിന്താഗതിയുള്ള ആൾക്കാരായതുകൊണ്ട് അവർ ആദ്യമേ പറഞ്ഞ് വാങ്ങിച്ചു, പഴഞ്ചൻ ചിന്താഗതിയുള്ള ആൾക്കാരായതുകൊണ്ട് വാങ്ങിച്ചു വെക്കില്ലേന്ന് പറഞ്ഞു. ഞാനല്ല, അമ്മൂമ്മ. പക്ഷെ ഓൾറെഡി ഇപ്പം എല്ലാവരും മേടിച്ച് വെക്കാറുണ്ടല്ലോ, അതുകൊണ്ട് മേടിച്ച് വെച്ചു. അപ്പം സ്പാഡിൽ ചെയ്യാനുള്ളത് മേടിച്ചിട്ടുണ്ട്. പിന്നെ കെട്ടുടുപ്പ്, അതൊരു കുറച്ചധികം കെട്ടുടുപ്പ് നമുക്ക് ഇൻഫൻസ് കെയറിൽ നിന്ന് അവർ അയച്ചു തന്ന അതിൻ്റെ ഒരു ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാതെ ഞങ്ങൾ പോയി മേടിച്ചതുണ്ട്. ഇതെല്ലാം നോർമലി ഇങ്ങനെ ടൈപ്പ് വരുന്നതാണ്. അതിൽ 1 എണ്ണം മാത്രം ഇങ്ങനെ സൈഡിൽ ബട്ടൺസ് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ സൈഡിൽ ബട്ടൺസ് വരുന്ന 1 എണ്ണം ഇതല്ലേ. പക്ഷെ ഇത് ആരും അങ്ങനെ ഉപയോഗിച്ച് കാണാത്തതുകൊണ്ട് ഞാൻ ഒരു പീസ് എടുത്തോളൂ. ഉപയോഗിച്ചിട്ട് ശരിയാവുകയാണെങ്കിൽ ഇതൊക്കെ അല്ലാണ്ടുള്ള സാധനങ്ങൾ കുറേ വാങ്ങിച്ചത് പീക്കാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അത് നല്ല ഷോപ്പാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ഇതും കൂടെ എടുത്ത് വെച്ച്. പിന്നെ ഇത് ആക്ച്വലി ടവൽസ്, ബാത്ത് ടവൽ, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ടവൽ, എന്തെങ്കിലും തുടയ്ക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് 2 ടവൽ മേടിച്ചു. ഇത് മസ്ലിനാണ്, ഇത് നോർമൽ ടവൽ അങ്ങനെ വരുന്നതാണ്. ബാക്കി കുറേ ഫേസ് ടവൽ നമുക്ക് കിട്ടിയതും മേടിച്ചതും ഒക്കെ ആയിട്ടുള്ള ഫേസ് ടവൽസ് കുറേ അധികം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടയ്ക്കാനൊക്കെ വന്നാൽ എടുക്കാമല്ലോ. 2 അസിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ. പിന്നെ ഡ്രൈ ഷീറ്റ്സും ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയതുണ്ട്, മേടിച്ചതുണ്ട്. ഇത് ആക്ച്വലി ഞാൻ പീക്കാബൂന്ന് മേടിച്ചതാണ്. ഇതൊരു മീഡിയം സൈസിൽ വരുന്ന ഡ്രൈ ഷീറ്റാണ്. ഞാൻ എടുത്ത് കാണിച്ച് പിന്നെ ഇതേപോലെ മടക്കി വയ്ക്കാൻ പറ്റില്ല. അല്ലാണ്ടൊരു മാറ്റ് പോലത്തെ ഒരു സംഭവം അവർ പറഞ്ഞു ഇതിപ്പോൾ എല്ലാവരും മേടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട്, ചെറിയൊരു ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ അങ്ങനെ വേണ്ടിയിട്ട് ഒരു സാധനം. ഈ സൈഡ് കുറച്ച് സോഫ്റ്റും ഇതിങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ വരുന്നത്. ഇത് കൊള്ളാം. ഇതിൽ കുറേ പാറ്റേൺസ് ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പ്രിൻ്റ് വരുന്ന ടൈപ്പ്. അതൊരെണ്ണം അതെടുത്തു. പിന്നെ നമ്മുടെ പ്രാചീനമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഇതിനെന്താ പറയണേ,
ലെങ്കോട്ടി കോണ് അണച്ചീലത്ത് ആ ഇവിടെ ട്രിവാൻഡ്രത്താണ്. ആ അങ്ങനത്തെ സാധനം. ഇത് നമുക്ക് അല്ലാണ്ട് കിട്ടിയതാണ്. ഇത് ഇച്ചിരി സോഫ്റ്റാണ്. ഇത് ആക്ച്വലി ഞാൻ ഐൽജൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് എനിക്കൊരു മുണ്ടിങ്ങനെ ചടങ്ങിനായിട്ട് തന്നു കേട്ടോ. ആ മുണ്ട് തന്നെ നമ്മളിങ്ങനെ പീസാക്കി അമ്മുമ്മ നനച്ച് വിരിച്ച് നമ്മളിങ്ങനെ 4 സൈഡും അടിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പറഞ്ഞു സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ കയ്യിൽ നഖത്തിലൊക്കെ എവിടെയെങ്കിലും കൊരുത്ത് പിടിക്കുന്നെങ്കിലോ എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെന്തുവാ പിന്നെതാ പിന്നെ ഞാൻ ലൈക്ക് എനിക്കിങ്ങനെ സൈസൊന്നും അതൊക്കെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഒരു ഫുൾ റോംബർ എടുത്തു, ഫുൾ കവർ ചെയ്ത് കൈയും കാലും ഒക്കെ കവർ ചെയ്യുന്നത് ഒരു ഫുൾ റോംബർ എടുത്തു. അല്ലാണ്ട് 2 ഹാഫ് റോംബേഴ്സും എടുത്തു. ക്ലോത്ത് ഇത്രേ മേടിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഫുൾ ഡ്രസ്സായിട്ട് വരുന്ന ക്ലോത്ത്സ് ഇത്രയും മേടിച്ചിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് കാണിക്കാം. ഇത് കാണിച്ചില്ല. പിന്നെ ഇതാ ഈ മിറ്റൻസും ക്യാപ്പും അതിൻ്റെ ഒരു സെറ്റ് മേടിച്ചു. കാരണം ഓൾറെഡി സ്പാഡിലൊക്കെ ചെയ്ത് വെക്കുമായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത് ഒരുപാട് മേടിച്ചാൽ ഈ വരുന്ന ആളിൻ്റെ സ്വഭാവം, കാരണം അമ്മ പറയും എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പം വരുന്ന ആളുടെ കംഫർട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എക്സ്ട്രാ അപ്പം മേടിക്കാമല്ലോ. ചുമ്മാ ഓൾറെഡി കുറേ മേടിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. ഇത് പിന്നെ നമ്മൾ നെസ്റ്റ് ബെഡും അതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നെറ്റ് ബെഡും ഫീഡിങ് പില്ല ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നില്ല ഇതുവരെ. നെറ്റ് ബെഡ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നെ തരും എന്ന് പറഞ്ഞു. ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ റൂമിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി, നെറ്റ് ബെഡൊക്കെ അവർ തന്നെ നമുക്ക് തരും. അപ്പോൾ ലേബർ റൂമിലോട്ടോ അല്ലെങ്കിൽ ഇപ്പം സി സെക്ഷൻ എന്താണെങ്കിലും അകത്ത് കയറ്റാനുള്ള ഒന്നും കൊണ്ടുവരണ്ട, അതെല്ലാം അവരവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും ബേബിക്കുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അത് വേറെ ആയിട്ട് മേടിച്ചില്ല. അപ്പം ഐൽജൻ്റെ മാമൻ അവിടെ മാമൻ എവിടെയാണ് ആക്ച്വലി സൗദിയിൽ സൗദിയിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. ആക്ച്വലി ഇങ്ങനൊരു ബ്ലാങ്കറ്റാണിത്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്കൈ ബ്ലൂ കളർ ഉണ്ട്, 2 ടെഡി ബിയർ. അപ്പോൾ മാമി അമ്മുവും വന്നപ്പം ഇത് കൊണ്ടുവന്നത് ഇപ്പോഴും ഉണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിതാ ഈ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാം, അല്ലാതെ നമുക്ക് ബ്ലാങ്കറ്റായിട്ടും ഒക്കെ അല്ലാണ്ട് യൂസ് ചെയ്യാം. അല്ല ഇതിവിടെ ഇങ്ങനെ ആകുമ്പോൾ നിൽക്കണ്ട, ഇതിൻ്റെ അടുത്ത് സുഖമായിട്ട് കിടക്കാം. വേണമെങ്കിൽ നമുക്കും കിടക്കാം. പിന്നെ മേടിച്ചത് ഇത് ഞാനല്ല കേട്ടോ, ഇതൊക്കെ അമ്മ മേടിച്ചുകൊണ്ട് വന്നതാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ. ഹഗ്ഗീസിൻ്റെ ഈ ഒരു ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കിട്ടുമല്ലോ, ലൈക്ക് അവിടെ നിന്ന് മേടിക്കാമല്ലോ. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഈ ന്യൂ ബോണിൻ്റെ സൈസൊക്കെ ചിലടത്ത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നതെന്ന്. എനിക്കും കൺഫ്യൂഷൻ. സൈസ് നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ. കുറേ വർഷമായി. 0 അല്ല ന്യൂ ബോൺ എന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചാണ്. അപ്പം അതിൻ്റെ ഒരെണ്ണേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ, വേണമെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ. അത് ഞാനല്ല വാങ്ങിച്ചത്, ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ എല്ലാവരും അത്യാവശ്യം എല്ലാവരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലും ഒക്കെ എല്ലാവരും ഭയങ്കര അത്യാവശ്യം എന്ന് പറയുന്ന സാധനമാണ് ഇതാ ഈ ഒരു വാട്ടർ വൈപ്സ്. വെറ്റ് വൈപ്സ് അല്ല, വാട്ടർ വൈപ്സ്. അപ്പം ഞാൻ ഒരുപാട് ബ്രാൻഡ് നോക്കിയതിൽ മദർ സ്പ്ലാഷിൻ്റെത് കൊള്ളാമെന്ന് കുറേ റിവ്യൂ കിട്ടു. 99% പ്യുവർ വാട്ടർ വരുന്നതാണ്. അതപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബണ്ടിൽ തന്നെ അങ്ങ് മേടിച്ച് വെച്ചു ഓൺലൈനായിട്ട്. ഇതിൽ ആക്ച്വലി എത്ര എണ്ണം, 1 2 4 എണ്ണം ഇതും കൂടെ ചേർത്തിട്ട്. റേറ്റ് എനിക്ക് ഓഫറിനാണ് കിട്ടിയത്. ഈ പകുതി നന്ദന വാങ്ങിച്ചു എന്ന് പറയുന്ന എല്ലാം ഫ്രീ ആണ്. അല്ല, പൈസ കൊടുത്താണ് ഗൈസ് മേടിച്ചത്, ഫ്രീ ആയിട്ടല്ല. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ ഞാൻ പൈസ കൊടുത്താണ് മേടിച്ചത്, ഫ്രീ അല്ല. കൊളാബ്
അപ്പോൾ ഇതാ ഇത് കൊളാബൊന്നുമല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് എൻ്റെ ഹോസ്പിറ്റലിലും കൂടി കൊളാബുള്ളൂ. നല്ല അമ്മ. അപ്പം ഇത് മേടിച്ചോട്ടെ. ഇത് കുറേ റിവ്യൂ ഉണ്ട്. അപ്പം ഇത് കൊള്ളാമെന്ന് എല്ലാവരും പറഞ്ഞു. ഇത് ഹോസ്പിറ്റലിലത്തേക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് യൂസ് ആയിട്ട് ഇവർക്കൊക്കെ ഉപയോഗം വരുന്ന സാധനമാണ്. അപ്പം ഇത് ഓക്കെ. ഇനി എനിക്ക് തോന്നുന്നു ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരുവിധം ഓൾമോസ്റ്റ് സാധനങ്ങൾ ആയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ വിചാരിച്ചു ബേബിയുടെ സാധനങ്ങളെല്ലാം ഒരു പെട്ടിക്കകത്ത് പാക്ക് ചെയ്യാം. അപ്പം അത് പിന്നെ ഫ്ലാഷ് ആവത്തില്ല. ഇത് ഫുള്ളൊന്നും എടുക്കണ്ട, ഇത് ആ ഒരൊറ്റ പീസ് മാത്രം വേണമെങ്കിൽ എടുക്കാം. വേണമെങ്കിൽ ഇതിപ്പം വെക്കാന്നാ പിന്നെ വെക്കാന്നാ കാണിക്കുന്നു വെച്ചു പോവാല്ലേ. അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വെക്കാം, നടക്കണ്ട അതിൽ. ഇത് കുറേ ഉണ്ടല്ലോ. ഇതും കൂടെ മറ്റേ ബെഡ്ഷീറ്റ് അതെല്ലാം വെച്ചു. അപ്പോൾ ബേബിയുടെതെല്ലാം ഈ സൈഡ് വെച്ചു. പിന്നെ ഈ സാധനം ഹോം കമ്മിങ് ഡ്രസ്സ്. ഇത് ഞാൻ പിങ്ക് ഇതേ സെയിം കളർ കിട്ടുമെന്ന് കുറേ തപ്പി, പക്ഷെ കിട്ടിയില്ല. ഇത് അമ്മ എനിക്കൊരു തിരിച്ച് വീട്ടിലിട്ടുകൊണ്ട് വരാൻ. അപ്പോൾ യെസ്, തിരിച്ചിട്ടുകൊണ്ട് വരാം. അപ്പം ഞാൻ ഈ കളർ കിട്ടുമെന്ന് കുറേ നോക്കി, പക്ഷെ ആ കളറ് എനിക്ക് അന്ന് കിട്ടിയില്ല. ഇനി ഞാൻ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ മേടിക്കാം. ഇത് ഞാൻ ഇങ്ങനെ മറ്റേ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് വരുന്ന പോലെ ഫ്രോക്ക് പോലെ ഡ്രസ്സ് പോലെ മേടിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെയാണ് വരുമ്പോൾ കാണാം. പിന്നെ അതിൻ്റെ സെയിം കളറ്. ഇത് മേടിച്ച് കുറേ നാളായി നമ്മൾ മേടിച്ച് തച്ച്. അതിൻ്റെ സെയിം കളറ് ക്യാപ്പും ബേബിക്കുള്ള സാധനങ്ങളും അത് കിട്ടി. സോ ഇതാണ് നമ്മുടെ ആക്ച്വലി ഇത് ഏറ്റവും താഴെ വെച്ചാൽ മതി അല്ലേ? ഇത് ഏറ്റവും അവസാനം എടുക്കുന്ന സാധനമല്ലേ? ഇത് അടയ്ക്കണ്ട. ബെഡ്ഷീറ്റ്. എൻ്റെ അമ്മ കുറേ കാര്യങ്ങളില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരില്ല, അതിലൊന്നാണ് ബെഡ്ഷീറ്റ്. അമ്മയ്ക്ക് എനിക്ക് അറിയില്ല എന്തോ ആണ് ഉദ്ദേശിച്ചതെന്ന്. അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ബെഡ്ഷീറ്റ് തന്നില്ലെങ്കിലും എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് ഒരെണ്ണം അമ്മയുടെ സമാധാനത്തിന് വേണ്ടി ഇവിടെ ബെഡിൽ കൊണ്ട് കിടത്തുമ്പോഴേ അതിൽ വിരിക്കാനോ കുഞ്ഞിനെ കൊണ്ടുവരും. അപ്പം അതിന് ബെഡ്ഷീറ്റ് കുഞ്ഞിനെ കൊണ്ടുവരണം. എല്ലാവർക്കും വേണ്ട മെറ്റേണിറ്റി പാഡ്. ആക്ച്വലി മറ്റേ കുറേ പേര് ന്യൂ മോമിൻ്റെ പാൻറ്റീസും അതിൻ്റെ സെപ്പറേറ്റ് പാഡുമായിട്ട് ഇത് വന്നു. പക്ഷെ ഞാൻ ഇതിന് മുന്നേ എനിക്ക് അബോർഷൻ ആയ സമയം അത് അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഇട്ടിട്ട് എനിക്ക് തീരെ അതൊരു കംഫേർട്ട് കിട്ടിയില്ല. അത് തീരെ കംഫേർട്ട് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനത്തേതാണ് മേടിച്ചത്. അപ്പം നോക്കട്ടെ ഇത് കംഫേർട്ട് കിട്ടുമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, മെഡിക്കൽ സ്റ്റോറൊക്കെ അടുത്ത് കാണും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം നോക്കിയിട്ട് മേടിക്കാം. ചേഞ്ച് ഇൻ പ്ലാൻ. എൻ്റെ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുന്നതിനെക്കാട്ടി നമുക്ക് നമ്മുടെ മറ്റാ ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ അങ്ങ് വെക്കാം. അപ്പം ബേബിക്കുള്ള എല്ലാ സെറ്റും ഇത് ഒരെണ്ണം മതിയോ? ഇത് വെക്കാൻ സ്ഥലമുണ്ട്, അത് ഇതിലെ വെക്കാം. എന്തിനെല്ലാം കൂടെ എടുത്തിട്ട് കൺജസ്റ്റഡ് ആകണം. പിന്നെ ഇതെടുക്കാൻ വേണ്ടി ഇനി തുറക്കും. അപ്പം നമ്മൾ ബാഗ് ക്ലോസ് ചെയ്യണം. ഹോസ്പിറ്റലിൽ മാത്രമേ തുറക്കുള്ളൂ. ഓക്കെ ഗൈസ്, അടുത്തത് എൻ്റെ ഒരൊറ്റ ഇതിൽ ഞാൻ പുതിയതായിട്ടൊന്നും മേടിച്ചു വെച്ചിട്ടില്ല. ഇവരാരും എനിക്കൊന്നും പുതിയത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഇത് മാത്രമേ ഇതിൽ പുതിയതായിട്ടുള്ളൂ. പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ക്ലോത്ത് മാത്രം, സ്റ്റിച്ചല്ല ക്ലോത്ത് മാത്രം 3500 രൂപയ്ക്ക് മേടിച്ച്. അറിഞ്ഞല്ലോ എല്ലാവരും എനിക്ക് 3500 രൂപയ്ക്ക് തുണി വാങ്ങിച്ചത്. അതായത് മറ്റേ ഇതിൻ്റെ ഡ്രസ്സ് ഇത് ലൈക്ക് ഇതെനിക്ക് ജീന ചേച്ചി മേടിച്ചു തന്നതാണ് വളകാപ്പിന് വന്നപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സിബ്ബുള്ളതാണ്. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞാൽ ആദ്യമേ അങ്ങനത്തെ സിബ്ബൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനൊരു കംഫേർട്ട് കാണൂല. അപ്പോൾ ഇങ്ങനെ നടുക്കൂടെ ബട്ടൺസ് വരുന്നത് എനിക്ക് കുറേ ടൈപ്പ് ഉണ്ട്. ഞാൻ അല്ലെങ്കിലും യൂഷ്വലി എനിക്കിതാണ് ഉപയോഗിക്കാൻ
അബദ്ധത്തിന് ഞാൻ വാങ്ങിയതും അതായിരുന്നു. സെന്റർ സിബ് ബട്ടൺസ് വരുന്നത് ഞാൻ തയ്ക്കുന്നെങ്കിലും എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കംഫർട്ടാണ്. ഇപ്പം പ്രോഗ്രാമിനോ ഷൂട്ടിനോ പോകുമ്പോൾ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ എടുക്കാനൊക്കെ. അപ്പോൾ അപ്പൂസ് എനിക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ കാണാൻ വന്നപ്പോൾ അപ്പു ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതും ഇങ്ങനെ വരുന്ന ടൈപ്പാണ് മേടിച്ചത്. ഇത് മാത്രമേ ഞാൻ പുതിയതായിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതേമാതിരി വരുന്ന സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട്. ഈ സെൻറ്ററിൽ ബട്ടൺസും ഒരെണ്ണം മാത്രം സിബ് വരുന്ന ടൈപ്പുമാണ് എടുത്തിട്ടുള്ള. 2 ടവല് അതിനകത്തിടാം. പിന്നെ പാൻറ്റീസും ഫീഡിങ് ബ്രയാണ്. ഞാൻ ആക്ച്വലി ഈ സാധനം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത്. ഫീഡിങ് ബ്ര ടണ്ടടേ. ഇതിങ്ങനെ ഊരി, ഇതൊക്കെ മെനക്കേടാണല്ലേ. ഊരിയിട്ട് ചീത്താവത്തേ ഇല്ല, കുറേ വർഷം കിടക്കും. അപ്പം ഇത് ഞാൻ കുറച്ചധികം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പം ഇവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം, എടുത്ത് തരാമല്ലോ. പിന്നെ ഇതാ ഐൽജയുടെ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ ചപ്പലിടുന്നു ഇതിവിടെ കണ്ടില്ല. ആക്ച്വലി ഞാൻ എടുത്തിട്ട് വന്നു. അത് ഞാൻ ഓർത്തില്ല എടുത്തോണ്ട് വന്നവരെ. ഞാൻ ഓർത്തില്ല. അവന് കൊണ്ടുപോകാൻ വേണ്ടി മലേഷ്യ പോയല്ലോ അവൻ. മലേഷ്യ പോയി. അപ്പം 2 സ്ലിപ്പർ, 2 അല്ല, ഞാനൊരു 3 ഇത് മീഷോന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. മീഷോയിൽ ഞാൻ ഇങ്ങനെ സ്ലിപ്പർ നോക്കിയപ്പോഴത്തേക്കും 180 രൂപയ്ക്ക് 3 സ്ലിപ്പർ. അത് കൊള്ളാല്ലേ നിഷ? ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തു. ഇത് ഞാൻ എനിക്ക് എടുത്ത് വെച്ചത്. ഇത് അമ്മയ്ക്കും ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കിട്ടി. ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 ചപ്പൽ എടുത്ത് ടോയ്ലറ്റിൽ പോകുമ്പോഴേ. പിന്നെ 2 സോക്സ്. ഞാൻ കുറേ ആൾക്കാരെ വീഡിയോയിൽ ഞാൻ കണ്ടു. ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഡിപ്പെൻസ് ഓൺ ദി ബോഡിയുടെ ഇത് വെച്ചിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നു. ആ സമയം ഇതിൻ്റെ അകത്തുണ്ട് സോക്സ്. അപ്പം ചോദിക്കില്ലേ 38 അല്ലേ ഷുഗർ, കൊളസ്ട്രോള്, BP, ഹൈ BP. ഞാൻ മുരിങ്ങയിലിട്ട് വെള്ളമൊക്കെ കൊടുത്തിരുത്തിയിരിക്കുകയാണ്. പക്ഷെ 44 ആയ എനിക്ക് അതൊന്നുമില്ല. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇത് നമ്മളെ ടോയ്ലറ്ററി ബാഗ്. കുളിക്കാൻ പറയുമോ അവര്? എനിക്ക് അറിഞ്ഞൂടാ കുളിക്കാൻ പറയില്ലേ എന്ന്. പക്ഷെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി കുഞ്ഞിനുള്ളതാണ് കേട്ടോ. ഈ അവിടെ വെച്ച് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മദേഴ്സ് സ്പ്ലാഷിൻ്റെ തന്നെ നമുക്ക് ലോണ്ട്രി ഡിറ്റർജൻറ്റ്. ഇത് ലിക്വിഡാണ്, ഇത് ഒഴിച്ച് കഴുകാൻ പറ്റുന്ന സാധനമാണ്. യൂസ് ചെയ്തല്ലേ നമ്മൾ മറ്റേ ഇത് അതിനു വേണ്ടി യൂസ് ചെയ്തു. ഇത് ഞാൻ പൊട്ടിച്ചില്ല. ഇതും ബേബി ക്ലെൻസറാണ്. ഇത് നമുക്ക് ബേബി എന്തെങ്കിലും ഫീഡിങ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അത് മേടിച്ചു വെച്ചു. പിന്നെ 2 ബ്രഷ്. ഇത് അവിടെ കളഞ്ഞിട്ട് വന്നാൽ മതിയേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തത്. പിന്നെ നമുക്ക് ബോഡി വാഷ്, അതിൻ്റെ വേണ്ട സ്പോഞ്ച്, ഫേസ് വാഷ്, പിന്നെ ഹാൻഡ് വാഷ്, ഒരു പേസ്റ്റ്. അപ്പോൾ നമ്മൾ ടോയ്ലറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഹെയർ ക്ലെൻസർ, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് കുളിക്കാൻ പറയൂ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സപ്പോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. ഷാംപൂ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഹെയർ ക്ലെൻസർ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാൻ വയ്യ. ഞാൻ എല്ലാവരെയും പോലെ മറ്റേ മേക്കപ്പിന്, കാരണം എൻ്റെ സ്വഭാവം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു അവസ്ഥ വെച്ച് എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല. ഞാൻ ഒരു 10 മിനിറ്റ് കിട്ടി അയ്യോ കിടന്നാൽ മതി എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു. ഇതെൻ്റെ ഹെയർ ബാൻഡ്. എനിക്ക് മുടിയെല്ലാം കൂടെ ഇങ്ങനെ കേൾക്കണം, നിങ്ങൾ ഇതൊക്കെ കേൾക്കണം. ഇത് ഹെയർ ബാൻഡ്, എനിക്ക് മുടി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ ബൺസ്, കാരണം ക്ലിപ്പ് എടുത്താൽ കിടക്കുമ്പോഴത്തേക്കും പറ്റില്ല, അതുകൊണ്ട് ബണ്ണ് അല്ലെങ്കിൽ തപ്പിയാൽ കിട്ടില്ല ആ സമയമാകുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബണ്ണിൻ്റെ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്താൽ എൻ്റെ സർവ്വ സാധനങ്ങളും എടുത്തു. ഞാൻ എടുക്കും, നീ എടുക്കും. ഒരു ചീപ്പ്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു പൊട്ട്, ഒരു ലിപ് ബാം,
കിടക്കുമ്പോ തിരിച്ചു വരുമ്പോ പൊട്ട് വെച്ചോണ്ട് പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം. നമ്മൾ സമ്മതിക്കില്ല പിന്നെ പൊട്ട് വയ്ക്കാനാണ് വന്നത്. അത് പറ്റൂല. പിന്നെ എന്റെ സ്ട്രെച്ച് മാർക്കിനുള്ള 2 സാധനം നിശയ്ക്ക് ഇല്ലാത്തതുകൊണ്ടേ സ്ട്രെച്ച് മാർക്ക്. അപ്പൊ ഇത്രയും ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ അത് അമ്മയുടേതായിരിക്കും. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്തൊക്കെയാണെന്നുള്ളത്. കാരണം ഇതെന്തിനാണ് മേടിച്ച് വെച്ചിരിക്കണത്. ഞാൻ പറയാം, ഇതെല്ലാം കുട്ടിയുടെ അമ്മയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. കഴുകാന്, പിന്നെ തുണികൾ വാശിന്, അപ്പി തുണികൾ വാശിന്, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഒരു സിബ്ലോക്ക് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ എല്ലാം എടുത്തു വെച്ചത്. പോണോ ഹാർപ്പിക്ക് വേണം. ഹാർപ്പിക്ക് അതും ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ആൻറ്റിയെ കളിയാക്കുന്നത് പോലെ അമ്മ ഹാർപ്പിക്ക് മേടിച്ചു. ടിഷ്യൂ ഇതല്ലാതെ എടുത്തിട്ടത്. ഒരു ബേസിൻ, അമ്മയ്ക്ക് എന്തോ അവിടെ പോയിട്ട് തുണി നനയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ബേസിൻ മേടിച്ചു. കുഞ്ഞല്ലേ? നല്ല ആള്. പിന്നെ ഇതാ അല്ല, അതിന് വേറെ ആള് വരും, ഷൈനി വരും. ഷൈനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഷൈനിയില് നന്ദുവിൻ്റെതെല്ലാം ചെയ്തോണ്ടിരുന്നു. പിന്നെ ഇതാ എക്സോ പാത്രം കഴുകാൻ. ഷൈനി 15ാമത്തെ വയസ്സ് തൊട്ട്. എനിക്കൊരു കാര്യം സത്യം വെളിപ്പെടുത്താനുണ്ട്. ഈ കുഞ്ഞിനെ തന്നെ നോക്കി ഞങ്ങൾക്ക് വയ്യ. എനിക്ക് അതിന്റെ കുഞ്ഞിനെ കൂടെ നോക്കണമല്ലോ. എന്നെ നോക്കി ഗതിയാക്കിയത് വരാം. വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. ഇപ്പൊ മോളെ കുഞ്ഞിന് വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. അത് തന്നെ. അത് കഴിഞ്ഞതാ ക്ലിപ്പ്. എന്തിന് തുണി ഉണക്കാൻ പോണോ? എവിടെ വിരിക്കാം? അവിടെ ഇനി വെള്ളം കൊണ്ട് വിരിക്കാൻ വരെയാണ്. എനിക്ക് അറിഞ്ഞൂടാ. ദാ ഇത് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. സോപ്പ് വാഷ് ചെയ്യേണ്ട നമുക്ക് വേണ്ട, നിനക്ക് വേണ്ട. ഇതൊക്കെ ടോയ്ലറ്റ് ടിഷ്യൂ ഒക്കെ മേടിച്ചു. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കളയണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത്. അതും ഫൈൻ. ടവല് കുഴപ്പമില്ല. ചവിട്ടുമെത്ത അമ്മയ്ക്ക് അവിടുത്തെ ചവിട്ടുമെത്തയിൽ ചവിട്ടാൻ പറ്റും. നല്ല ചവിട്ടുമെത്ത മേടിച്ചാണ്. അതിന് ഞാൻ പറഞ്ഞു ഇനി നല്ല ചവിട്ടുമെത്ത നമ്മളെ ഹോസ്പിറ്റലിൽ. പിന്നെ അല്ല, ഇതാകുമ്പോഴേ അവിടെ നമുക്ക് വേസ്റ്റ് കളഞ്ഞിട്ട് വരാമല്ലോ. ഇത് അവിടെ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെ വീട്ടിൽ തിരിച്ചെടുത്തോണ്ട് വരും? അല്ല, ഇത് തിരിച്ചു വരുമ്പോ കളയാം. ഇത് കളയാം. അപ്പൊ അല്ല, എന്തെന്നാ എനിക്കാണെങ്കിൽ ഈ അന്ന് ഉണ്ട് ഇവിടെ വേറെ. ഇതെന്തിനാണ് ബക്കറ്റ്? ഇത് തുണി നനയ്ക്കാൻ. ഈ തുണി നന്ദനയുടെ വിചാരം എന്ന് വെച്ചാൽ എനിക്ക് വിചാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടല്ലേ പോണത്. ഇതൊന്നും എടുക്കാൻ പാടില്ല. ഇത് ഇത്രയും സാധനം അവൾക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂ ഒക്കെ ഞാൻ വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ വേറെ മേടിച്ചു വെച്ചിരിക്കുന്നത്. അത് പിന്നെ അവിടെ കൊണ്ടുപോകണ്ടല്ലോ. അയ്യോ, അതും മേടിച്ചു. അത് ഒരു വിധത്തിലാണ് അത് പറഞ്ഞൊന്ന് സെറ്റാക്കിയത്. അപ്പൊ ഇതെല്ലാം അമ്മ എടുക്കും. ഇതെല്ലാം അമ്മ എടുക്കും. ഇതിനകത്തിട്ട് അടുക്കള എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടുക്കളയും കൂടെ എടുത്തിരുന്നേ. ആയോ പ്ലേറ്റ് വരുന്നില്ല. അവിടെ ജ്യൂസ് കട തുടങ്ങാൻ പോകുന്നു. ജ്യൂസ് അടി മറ്റേ അടിയോടടി. ഇത് ഓക്കെ. അപ്പം ഇതാ ഈ സാധനം. ഇത് മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് അവർ അടിച്ചിറക്കും എന്നാണ് തോന്നുന്നത്. കറണ്ട് ബില്ല് കൂടിയെന്നും പറഞ്ഞു. അല്ല, ഇത് അല്ലാണ്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് കൊണ്ടുപോയില്ലെങ്കിലും ഇത് മാത്രമായിട്ടേ നിശയ്ക്ക് അറിഞ്ഞൂടെ പണ്ടത്തെ നമ്മളെ ഇത് വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഫ്ലാസ്ക് എന്ത് ആശുപത്രിയിൽ ആവശ്യത്തിനും നമുക്ക് വേണ്ട കാര്യം. ഫ്ലാസ്ക് ഇതൊക്കെ ഒരു പാത്രം. ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ്. ഇതൊന്നും ഇല്ലാതെ ഇവർക്കാർക്കും ഒരു ജീവിതമില്ല. ആശുപത്രി എന്ന് പറയുന്നത് വൈകിട്ട് ചായ കുടിക്കും. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. 2 പ്ലാസ്റ്റിക് പാത്രം. അമ്മയ്ക്ക് അപ്പപ്പായിട്ട് ആപ്പിൾ കഴിക്കാൻ പീലർ. എനിക്ക് കഞ്ഞിയേ തരുള്ളൂ. നിനക്കല്ല അത്. പിന്നെ അത് നിനക്ക് ഇത് കൊണ്ടുപോകുന്ന. ഇത് ഞാൻ കണ്ടപ്പോ ഇങ്ങനെ മേടിച്ചത് കുഞ്ഞുവാവയ്ക്ക് കുറുക്ക് കൊടുക്കാൻ. ജനിച്ച കൊച്ചിന്. അല്ല, കൊണ്ടുപോകണല്ല, വേണം. ആദ്യം ഞാൻ കുടിക്കും. നന്ദനയ്ക്ക് എല്ലാ കാര്യവും അവൾക്ക് ആദ്യം വേണം. അതുണ്ട് നിനക്ക് വലിയ സ്പൂൺ. അതുകൊണ്ട് ആ സ്പൂൺ കത്തി. വലിയ സ്പൂൺ ഉണ്ട് മണ്ണില്. വലിയ സ്പൂൺ ജ്യൂസ് കുടിക്കാൻ. ഇതെല്ലാം കൊണ്ടുപോകണത്. ഓക്കെ, ഫൈനലി നമുക്ക് ഹോസ്പിറ്റൽ ഫയൽ എന്തായാലും വേണം. ചാർജർ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലാതെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ മെഡിസിൻ ഇതും. ഇത് അമ്മയ്ക്ക്
ജോലി ചെയ്ത് തളരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കാൻ. അല്ല ബിന്ദിയേച്ചിക്ക് എനിക്ക് വേണ്ട. നിങ്ങൾ രണ്ടുപേർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. അമ്മ ഞാനിത് എടുക്കുന്നുണ്ട്. ഇതാ പാൻ ടോപ്പ് ഗ്യാസിൻ്റെ. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് സത്യം പറഞ്ഞാൽ തളർന്ന്. അയ്യോ അറിയില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി എൻ്റെ സാധനങ്ങൾ ആ പെട്ടിക്കകത്താക്കണം. ടവല്, ചെരുപ്പ്, പിന്നെ ഇതും കൂടെ. രാവിലെ ഫുഡാക്കി നിശ വരുമ്പോൾ കൊടുത്തു വിടാം. അമ്മ ഇതിൽ പിന്നെ വേറൊന്നുമില്ല വെക്കാൻ എനിക്ക്. ഓക്കെ ഗൈസ്, പോക്കോ അമ്മച്ചി. നിക്ക് പറഞ്ഞ ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 2 പെട്ടി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ബിഗ് ഷോപ്പറിൽ അങ്ങനെ വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ബാക്കി കഴിക്കാനുള്ള പ്ലേറ്റ് അങ്ങനത്തെ സാധനം നമ്മൾ ഓൾറെഡി ഒരു ബ്ലൂ കളർ കവറിനകത്ത്. ഇതൊക്കെ എന്തോന്ന് എവിടെ പോകണമെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒടുവിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. കാല് തരിക ഇല്ല. അയ്യോ തളർന്ന് ഗൈസ്. പണ്ടത്തെ എനർജി ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് വയറാ. ഇനി നമ്മൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും. സോ ഇതായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഇത് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ സാധനമൊന്നും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ബേബിക്കുള്ള ലിമിറ്റഡ് മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കുന്നെങ്കിലും കുറേ അധികം സാധനം നമുക്കും കൊണ്ടുപോകുന്നതുകൊണ്ട് കാര്യമില്ലായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എന്താണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അറിയാം. അപ്പോൾ ഇത് ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.